കോട്ടയം ഓണം തുരുത്തിൽ മീൻ പിടിക്കാൻ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാർ ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് വിമോദിനെ കാണാതായത്. കനത്ത മഴയിൽ കോട്ടയം നീഴൂർ റോഡ് ഇടിഞ്ഞ് താണു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വേണു, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വിമോദ് കുമാറിനെ കാണാതാകുന്നത്. മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ തോട്ടിൽ വീണു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നീഴൂർ റോഡിൻ്റെ ഒരവസ്ഥ കൂടി അറിഞ്ഞത്. നീഴൂർ റോഡിൻ്റെ കൈവരികൾ ഇടിഞ്ഞ് താഴ്ന്ന ഒരു അവസ്ഥയിലാണ്. ശക്തമായിട്ടുള്ള മഴ ഇന്നലെ വൈകുന്നേരവും ഇന്നുമെല്ലാം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ റോഡ് ഇടിഞ്ഞതെന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ രാത്രിയിലൊക്കെ ശക്തമായി പെയ്തു എന്നാണ് നമുക്ക് വിവിധ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. പൊൻകുന്നം അടക്കമുള്ള പ്രദേശങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വരുന്ന 3 മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് കോട്ടയത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടുന്ന തരത്തിലേക്കൊന്നും അത് പോയിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നതായിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമായി ജില്ലയുടെ എല്ലാ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലയിൽ അടക്കം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അല്പം ഒരാശ്വാസം ഈ മണിക്കൂറുകളിലുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേണു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്.